ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 40-ാം പദ്യം. സമയിലുമന്യയിലും സദാപി വന്നിങ്ങമരുവതുണ്ടതിൽ വിശേഷശക്തി അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാലഖിലം പ്രമേയമാകും. സമയിലും ശക്തിയുടെ സമ എന്ന വിഭാഗത്തിലും അന്യയിലും അന്യ എന്ന വിഭാഗത്തിലും സദാപി സദാസമയം അതാതിൻ്റേതായ വിശേഷശക്തി വിശേഷത്തെ കാട്ടിത്തരാനുള്ള കഴിവ് വന്നിങ്ങ് ഈ പ്രപഞ്ച അനുഭവത്തിൽ വന്ന് അമരുവതുണ്ട്, പ്രകടമാകുന്നുണ്ട്. അമിതയതാകിലും ശക്തി അളവില്ലാത്തതാണെങ്കിലും ആകെ രണ്ട്, ഇങ്ങനെ ആകെ രണ്ടായിത്തിരിയുന്നു. ഇവറ്റിൻ ഈ രണ്ടിൻ്റെയും ഭ്രമകലയാൽ ഭ്രമാനുഭവത്തിൽ കൂടി അഖിലം സത്യവും അസത്യവുമെല്ലാം പ്രമേയമാകും, അറിയപ്പെട്ടതായിത്തീരും. ശക്തിയുടെ സമയെന്ന വിഭാഗത്തിലും അന്യയെന്ന വിഭാഗത്തിലും സദാസമയം അതാതിൻ്റേതായ വിശേഷത്തെ കാട്ടിത്തരാനുള്ള കഴിവ് ഈ പ്രപഞ്ചാനുഭവത്തിൽ വന്ന് പ്രകടമാകുന്നുണ്ട്. ശക്തി അളവില്ലാത്തതാണെങ്കിലും ഇങ്ങനെ ആകെ രണ്ടായിത്തിരിയുന്നു. ഈ രണ്ടിൻ്റെയും ഭ്രമാനുഭവത്തിൽ കൂടി സത്യവും അസത്യവും എല്ലാം അറിയപ്പെട്ടതായിത്തീരും. അഖിലം പ്രമേയമാകും. വിദ്യയിലും അവിദ്യയിലും കൂടി അറിവ് പ്രകാശിക്കുമ്പോൾ രണ്ടിൻ്റെയും വിശേഷശക്തി അതാതിൽ പ്രകടമാവുക തന്നെ ചെയ്യുന്നു. രണ്ടും നൽകുന്ന അറിവ് അതിരില്ലാത്തതാകുന്നു. എങ്കിലും ഇവ ഇങ്ങനെ രണ്ടായി പിരിയുന്നു. ഈ രണ്ടിൻ്റെയും മിഥ്യാസൃഷ്ടിയിൽ കൂടി സർവവും ബുദ്ധി വിഷയമായിത്തീരുന്നു. വിദ്യ തൻ്റെ വിശേഷശക്തിയിൽ കൂടി സർവത്ര ബ്രഹ്മസ്വരൂപത്തെ കാണിച്ചു തരുന്നു. അവിദ്യ തൻ്റെ വിശേഷശക്തിയിൽ കൂടി സർവത്ര അനന്തനാമരൂപങ്ങളെ വെളിപ്പെടുത്തുന്നു. വിദ്യ കാണിച്ചു തരുന്ന ബ്രഹ്മവും അവിദ്യ കാണിച്ചു തരുന്ന നാമരൂപങ്ങളും രണ്ടും അളവില്ലാത്തവയാണ്. എങ്കിലും പ്രവർത്തന രീതിയെ ആസ്പദമാക്കി ശക്തിയെ നാം വിദ്യയെന്നും അവിദ്യയെന്നും അഥവാ സമയെന്നും അന്യയെന്നും രണ്ടായി വേർതിരിക്കുന്നു. ഈ രണ്ട് ശക്തികളുടെയും മിഥ്യാസൃഷ്ടിയിൽ കൂടി സർവവും നമ്മുടെ ബുദ്ധിക്ക് വിഷയമായിത്തീരുന്നു. ഈ ശ്ലോകത്തിലെ ഭ്രമകല എന്ന പദത്തിന് ഭ്രമാനുഭവം അഥവാ മിഥ്യാസൃഷ്ടി എന്നാണ് അർത്ഥം. ഇവിടെ ഒരു സംശയം വരാം. വിദ്യാരൂപിണിയായ ശക്തി ബ്രഹ്മത്തെ കാട്ടിത്തരുന്നതും മിഥ്യാപ്രതിഭാസമാണോ? വിദ്യാരൂപിണിയായ ശക്തി ബ്രഹ്മത്തെ കാട്ടിത്തരുന്നതും മിഥ്യാപ്രതിഭാസമാണോ? അതെ എന്നാണ് വേദാന്തിയുടെ ഉത്തരം. വിദ്യയും അവിദ്യയും ദ്വൈതമണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധിയായി നിന്നുകൊണ്ട് ബ്രഹ്മത്തെ ദർശിക്കുന്നിടത്തോളം അത് ഭ്രമമാണ്. പക്ഷേ ഈ ഭ്രമം സത്യത്തോട് അടുപ്പിക്കാൻ കഴിവുള്ള ഭ്രമമാണെന്നുള്ളത് വിസ്മരിച്ചുകൂടാ. അവിദ്യാശക്തി ഉളവാക്കുന്ന ഭ്രമം സത്യത്തിൽ നിന്നും അകറ്റുന്ന ഭ്രമമാണ്. വിദ്യാനുഭവവും ഭ്രമമാണെങ്കിലും സത്യത്തോട് അടുപ്പിക്കുന്ന ഭ്രമമാണ്. രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവിദ്യ കാലിൽ കൊണ്ടിരിക്കുന്ന മുള്ളും വിദ്യ അതിനെ എടുക്കുവാനുള്ള മുള്ളുമാണ്. രണ്ടും മുള്ളാണ്. വേദന പോയി കഴിഞ്ഞാൽ രണ്ട് മുള്ളും വലിച്ചെറിയപ്പെടേണ്ടവയാണ്. അതുപോലെ അദ്വയമായ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ അവിദ്യയെപ്പോലെ തന്നെ വിദ്യയും ഇല്ലാതായിത്തീരുന്നു. ഒന്നേ ഉള്ളൂ എങ്കിൽ മറ്റൊന്നിന് സ്ഥാനം എവിടെ? ഈ പൂർണ്ണ സാക്ഷാത്കാര ദശയെയാണ് ഗുരുദേവൻ ത്രിപുടി മുടിഞ്ഞ ദീപമായി നേരത്തെ വിവരിച്ചത്. വിദ്യാമാർഗത്തിലെ വിവിധ സാക്ഷാത്കാര ഘട്ടങ്ങളിൽ ത്രിപുടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവ ഭ്രമപ്രതിഭാസങ്ങളാണ്. ഇക്കാരണത്താലാണ് വിദ്യാഘട്ടങ്ങളിലൊന്നും നിന്ന് ഭ്രമിച്ചു പോകരുത് എന്ന് ഈശാവാസ്യം തുടങ്ങിയ ഉപനിഷത്തുക്കൾ നമ്മെ അനുശാസിക്കുന്നത്. അദ്വയമായ ആത്മസത്തയിൽ നിന്നും പദാർത്ഥങ്ങളെ ഓരോന്നോരോന്നായി ഉണ്ടാക്കി പ്രതിഭാസിപ്പിക്കുന്ന ശക്തിയാണ് വിഷമ അഥവാ അന്യ പ്രവൃത്തിമാർഗത്തിന് കാരണക്കാരിയായിത്തീരുന്നു. അന്യയുടെ അത്ഭുതകരങ്ങളായ ചെയ്തികളെ വിശദമാക്കുകയാണ് 41-ാം പദ്യത്തിൽ ഗുരുദേവൻ. ഓഡിയോ ബുക്ക്
തുടരുന്നതാണ്.